CNG ചെയ്തതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൈലേജിൻ്റെ കാര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ CNG നിലവിൽ ഉള്ള എല്ലാം തന്നെ തീർന്നതിന് ശേഷം നമ്മൾ പുതിയത് കയറ്റിയതിന് ശേഷമേ നമുക്ക് ക്ലിയറായിട്ട് നോക്കാൻ പറ്റുകയുള്ളായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് CNG നഷ്ടമായിട്ടുണ്ട്. നമ്മൾ ആ ഒരു CNG തീരുന്ന സമയത്ത് നമ്മൾ അതിൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇൻഡിക്കേഷൻ വരും CNG തീരുന്ന സമയത്ത്. ഇപ്പോൾ സൈഡിൽ ഈ ബട്ടണിൽ ഇൻഡിക്കേഷൻ വന്നിരുന്നു റെഡ്. അതോടുകൂടി തന്നെ ഈ ഒരു ബീപ്പ് സൗണ്ട് കൂടി കേട്ടിരുന്നു. അങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്തപ്പോൾ ആ ബീപ്പ് സൗണ്ട് നിന്ന് നേരെ ഈ സൗണ്ട് വന്നതോടുകൂടി തന്നെ പെട്രോളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്രോളിലേക്ക് മാറുകയും നമ്മൾ CNGൻ്റെ ആ ബട്ടൺ അമർത്തിയതിന് ശേഷം നമ്മൾ ആ ബീപ്പ് സൗണ്ട് മാറുകയും ചെയ്തു. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് CNG ഫില്ല് ചെയ്യാൻ എല്ലായിടത്തും CNG ഫില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. നിലവിലുള്ള ഒരു പ്രശ്നം അതാണ്. പല പെട്രോൾ പമ്പിലും അതില്ല. മുക്കത്ത് ഒന്നുള്ളത് മുക്കം ടൗണിലില്ല. അതുപോലെ തന്നെ നമ്മളെ ഓമശ്ശേരി, പിന്നുള്ളത് നമ്മളെ കൂളിമാടാണ്. ഞങ്ങളിപ്പോൾ കൂളിമാട് ആ ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു അതിന് ആപ്പുണ്ട്. ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ ആപ്പ്. ആ ആപ്പിലൂടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തുള്ള പെട്രോൾ പമ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പെട്രോൾ പമ്പ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ പമ്പ് നമുക്ക് റൂട്ട് മാപ്പ് കൊടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഈ ഒരു CNG ചെയ്യാവുന്നതാണ്. അപ്പോൾ CNG ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. അത് ചിലർക്കൊക്കെ ഒരു ഭയം തോന്നും ഇതിപ്പോൾ പറയുമ്പോൾ. പക്ഷേ അത് നിസ്സാരമാണ്. നമ്മൾ പുറത്തിറങ്ങി നിൽക്കാന്നേ ഉള്ളൂ. കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു CNG ഫില്ല് ചെയ്യുന്നത് ഫ്രണ്ടിലൂടെ നമ്മൾ CNG അവർ കണക്ട് ചെയ്ത് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ നമ്മളിപ്പോൾ ഒരു പക്ഷേ ഈ CNGൻ്റെ പമ്പ് ഉണ്ടെങ്കിലും നമ്മളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു CNGൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും അതിലേക്ക് ഫില്ല് ചെയ്തപ്പോൾ 9 കിലോ ആണ് നമുക്ക് കയറിയത്. ഇതിൽ നമുക്ക് വരുന്ന പ്രൈസ് വരുന്നത് 89.90 പൈസയാണ്. നമുക്ക് ആ 811 റുപ്യ 811 റുപ്യയും 80 പൈസയും 811 അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത് നിലവിൽ. നമുക്ക് നോക്കേണ്ടത് ഈ കയറ്റം കയറുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വയനാട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും പനമരം വരെ പോകാണ്ട്. അതുകൊണ്ട് നമ്മൾ പടിവാരത്ത് നിന്ന് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കയറുന്നത് മുഴുവനും CNGയിൽ തന്നെയാണ്. നമുക്ക് പെട്രോളിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുമോ, വലിയ മുട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മറ്റൊന്ന് അറിയാനുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ എത്രത്തോളം മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാനും പറ്റും. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി എടുത്ത സമയത്ത് വണ്ടി ഇപ്പോൾ CNG കയറ്റിയ സമയത്ത് നിലവിൽ CNG നമ്മൾ രണ്ടാമത് റീഫിൽ ചെയ്ത സമയത്ത് 38,519 കിലോമീറ്ററിലാണ് വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എത്ര കിലോമീറ്റർ വണ്ടി ഓടും, എത്ര കിലോമീറ്റർ ബീപ്പ് സൗണ്ട് വന്നിട്ട് ഈ CNGയിൽ നിന്ന് പെട്രോളിലേക്ക് മാറും, ആ ഒരു കിലോമീറ്ററാണ് നമ്മുടെ മൈലേജ് ഉണ്ടാവുക. അപ്പോൾ 9 കിലോയിൽ എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ 811 രൂപ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 81 പെട്രോളിൻ്റെ കണക്കിലാണെങ്കിൽ 81 കിലോമീറ്ററാണ് ഉണ്ടാവുക എൻ്റെ കണക്കിൽ. അത് 160 കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ സക്സസ് ആണ്. അപ്പോൾ 160 കിട്ടുമോ, അതിൽ താഴെയാണോ കിട്ടുക, ഇനി അതിൻ്റെ മുകളിലോട്ട് കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി നമ്മൾ CNGൻ്റെ സിഗ്നൽ വന്ന് ഓഫ് ആവുന്നത് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പനമരത്ത് എത്തിയിട്ട് തിരിച്ച് ഒരു പക്ഷേ വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിയാൽ തന്നെ ഈ ഒരു കിലോമീറ്റർ ഈ ഒരു 160 കിലോമീറ്റർ ആവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട്, അതല്ലെങ്കിൽ ഇപ്പം നാളെ മറ്റന്നാളാണോ ഇത് ഈ ഒരു 160 കിലോമീറ്ററിൽ നമുക്ക് ബീപ്പ് സൗണ്ട് വരുന്നത് ചില ബാക്കി വീഡിയോ അപ്പം എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ചുരം കയറിക്കൊണ്ടിരിക്കാം. നിലവിൽ ഞാൻ സാധാരണ പെട്രോൾ എങ്ങനെയാണോ ഓടിക്കുന്നത് അതുപോലെ ഓടിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ അതിൽ കമൻറ്റ് ചെയ്തിരുന്നത് നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയാൻ കേട്ടോ. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവും ഇതിനില്ല. വണ്ടിക്ക് ഒരു പവർ കുറവില്ല. ചെറിയൊരു പുള്ളിങ് വ്യത്യാസം അതന്നെ പറയാൻ മാത്രമൊന്നുമില്ല. അല്ലാത്തൊരു പ്രശ്നങ്ങളും നിലവിൽ ഞാൻ കാണുന്നില്ല. പിന്നെ ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞത് പിന്നീടുള്ള കംപ്ലൈൻറ്റുകളാണ്. അത് പലരും അഭിപ്രായം പറയുന്നത് പോലെ അതെനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. നമുക്ക് പിന്നീടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും പിന്നീട് ഓരോ കംപ്ലൈൻറ്റുകളൊക്കെ കാണിക്കാം. അപ്പോൾ നിലവിൽ CNG ചെയ്തുകൊണ്ട് മാത്രമായിരിക്കില്ല, വണ്ടി ആയാലും എന്ത് തന്നെ ആയാലും. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പവർ കുറവായിരുന്നു. ഞാൻ ഗ്ലാസ് വെച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. ഗ്ലാസ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സ്പെക്ക് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താണ് ഒരു സൊല്യൂഷൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കോൺടാക്ട് ലെൻസിനൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ കോൺടാക്ട് ലെൻസ് കോൺടാക്ട് ലെൻസ് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫുഡിൻ്റെ ചെറിയ എരിവോ കയ്യോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് തൊടുമ്പോഴൊക്കെ പിന്നെ എരിച്ചിലായിരിക്കും. പിന്നെ അത് എടുത്തിട്ട് വെക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല അത് 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ കോൺടാക്ട് ലെൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. രാത്രി നമുക്ക് ഊരി വെക്കണം, ആ ലിക്വിഡിലേക്ക് ഇട്ട് വെക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കോൺടാക്ട് ലെൻസിലുണ്ടായിരുന്നു. അതിന് മുന്നേ ഈ ഒരു ലാസിക് സർജറിയെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നെങ്കിലും ലാസിക് സർജറിൻ്റെ അന്ന് ഉള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പിന്നെ തൽക്കാലം നിർത്തി വെച്ചതായിരുന്നു.
പിന്നീട് എനിക്ക് നമുക്കൊരു ഫണ്ട് അതിന് വേണ്ടി മാറ്റി വെക്കാം എന്നുള്ളത് കണ്ടതിന് ശേഷമാണ് ലാസിക് സർജറി ചെയ്യുന്നത്. ആ സർജറി ചെയ്യുമ്പോഴും ഇതുപോലെ ഒരുപാട് റിസ്ക്കും കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ വണ്ടിയാണ്, നമുക്ക് പൈസ കൊടുത്താൽ പൈസ നഷ്ടമാകുന്നുള്ളൂ. മറ്റേത് കണ്ണ് തന്നെ കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നഷ്ടം വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിലും നമ്മൾ ഡോക്ടറോടൊക്കെ അന്വേഷിച്ച് ഒരുപാട് അന്വേഷണത്തിന് ഒടുവിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചെയ്യുന്ന നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലാസിക് സർജറി ചെയ്യാനേ തോന്നില്ല, അതിനുള്ള ധൈര്യം വരില്ല. കണ്ണ് വരെ നഷ്ടമായിക്കാം എന്നുള്ളത് പറയുന്നുണ്ട് അതിൽ. ഒരു പക്ഷേ ഇപ്പം അല്ല, ഇനി വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി അവർക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ആ ഒരു സംഭവമാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഞാൻ അന്വേഷിച്ച് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് സക്സസ് ആയി. ഇപ്പോൾ നിലവിൽ സ്പെക്കില്ലാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ കണ്ണട ഇല്ലാതെ ആ കണ്ണടൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടുകയും ചെയ്തു. പക്ഷേ നമ്മളന്ന് ഭയന്ന് നിന്ന് ചെയ്യാതിരുന്നാണെങ്കിൽ ഞാൻ ഇന്നും കണ്ണട വെച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ വണ്ടിൻ്റെ തകരാറെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസമ്മൽ തീരുന്ന പ്രശ്നമാണ്. വണ്ടി തകരാറിലായാലും ചിലപ്പോൾ ഒരു പക്ഷേ എഞ്ചിൻ നന്നാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ധൈര്യത്തോട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സക്സസ് ആവണം, ഈ ഒരു കിലോമീറ്ററും കിട്ടുകയാണെങ്കിൽ ഇത്രത്തോളം സക്സസ് ഉള്ള മറ്റൊരു കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ പെട്രോൾ ബൈക്കിൽ എങ്ങനെ യൂസ് ചെയ്യണതോ അതിനേക്കാളും കുറച്ചുകൂടി ഒരു ചിലവിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ പോയി വരാൻ സാധിക്കുക. മാത്രമല്ല ഇപ്പോൾ ഇതിൽ 5 പേരുണ്ട്, 5 പേരല്ല, കുട്ടികളടക്കം 6 പേരുണ്ട്. വണ്ടി ഫുള്ളാണ്. വണ്ടി ഫുള്ളായിട്ട് ലോഡ് വണ്ടിയില്ല, നോർമലി സാധാരണ രീതിയിൽ തന്നെ കയറി പോകുന്നത്. ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും നിലവിലില്ല. നമുക്ക് എത്രത്തോളം ഇതേപോലെ കയറാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് CNG ചെയ്യാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു വീഡിയോ ഇടുന്നത്. മറ്റൊന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടും വരില്ല എന്നുള്ളതൊന്നും നമുക്ക് തുടർച്ചയായിട്ട് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്, ചങ്ങായിനാണ്, എന്നെ പേരായിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ റിസ്ക് ഉണ്ട്, അവനായിട്ട് റിസ്കിൽ ചെയ്യുക. പക്ഷെ നമുക്കിങ്ങനെ സാധ്യത ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരിക എന്നുള്ളതാണ്. ഓവർടേക്ക് ഇപ്പോൾ ഓവർടേക്ക് എത്ര വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യുക. അതൊക്കെ ഞാൻ മുന്നേ നേരെ ഓടിച്ചതാണ്. ഇപ്പോൾ നമ്മൾ കയറ്റത്തിൽ നമുക്ക് CNG മാറ്റിയിട്ട് പെട്രോൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കുക. കാരണം ഈ വയനാട് ചുരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രത്തോളം കയറി പോകാനുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സാധാരണ ഒരു കയറ്റം പോലെയല്ല, പെട്രോളിലാണെങ്കിൽ തന്നെ അത്രത്തോളം പവറിൽ കയറി പോകേണ്ട ഒരു കയറ്റം തന്നെയാണ്. പല വാഹനങ്ങളും നിൽക്കുന്ന സമയത്തുണ്ടാവും, അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് പോകേണ്ടി വരുന്നു. അങ്ങനെ ആകുമ്പോൾ ആ സമയത്ത് നമുക്ക് പെട്രോൾ തന്നെ ഓടേണ്ടി വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ നമുക്കൊരു ഇൻഡിക്കേഷൻ ഇപ്പോൾ നിലവിലിപ്പോൾ 58,519 ഉണ്ടായിരുന്നു, ഇപ്പോൾ 550 അതായത് ഒരു ഇൻഡിക്കേഷൻ ഇപ്പോൾ ടിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കി 3 ഇൻഡിക്കേഷനും പിന്നെ റിസർവാണുള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു സംശയം തീർക്കേണ്ടതുണ്ട്, എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നുള്ളത്. അതോടൊപ്പം മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ പെട്രോളിൻ്റെ ഈ ഒരു സിഗ്നൽ ഉണ്ടല്ലോ, നമ്മൾക്ക് എത്ര കിലോമീറ്റർ ഓടുന്നുള്ള മീറ്റർ കാണിക്കുമല്ലോ, അതും ഈ ഒരു കാൽക്കുലേഷനിലെ വ്യത്യാസം വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ പെട്രോളും ഞാനത് അവരോട് ചോദിച്ചതാണ്, പെട്രോളും CNG പാടെ ഒരുമിച്ച് നമുക്ക് നഷ്ടമാകുമോ അല്ലെങ്കിൽ രണ്ടും പാടെ ഫ്യൂവൽ പോകുക എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചത്. പക്ഷേ അതൊരിക്കലും നടക്കില്ല. കാരണം പെട്രോൾ കട്ടായതിനു ശേഷമാണ് CNG പോകുക അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഈ ഒരു 140 എത്ര നാഫി നേരത്തെ അതിന് 140 കിലോമീറ്ററോ 150 കിലോമീറ്റർ കാണിച്ചിരുന്നത് ഇപ്പോൾ 127 കിലോമീറ്ററായി കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ വണ്ടി പോകുമ്പോൾ നമ്മൾ ആ ഫ്യൂവലിൻ്റെ അളവാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങോട്ടുണ്ടാകുന്ന വേരിയേഷൻ ആയിരിക്കും. അവർ പറഞ്ഞതിനോട് ഈ ഒരു വേരിയേഷൻ മാറിക്കൊണ്ടിരിക്കും. അത് പെട്രോൾ അതിലുണ്ടാവും, പക്ഷേ സിഗ്നൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മീറ്ററിൽ ഇങ്ങനെ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ. അതൊക്കെ ശരിയാണോ, എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം അതും പെട്രോൾ ഇതുപോലെ കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് നഷ്ടമാണ്. പക്ഷെ അത് ഒരിക്കലും നടക്കൂല, ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കയറ്റം കയറി ഇപ്പോൾ ഓവർടേക്ക് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ വളവും കാര്യമൊന്നും വന്നാലും ഗിയർ ചേഞ്ച് ചെയ്ത് തുറക്കണം. സ്വാഭാവികമായിട്ട് പെട്രോളിലാണെങ്കിലും ഗിയർ ചേഞ്ച് ചെയ്ത് തുറക്കണം. ഗിയർ ചേഞ്ച് ചെയ്ത് തുറക്കില്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാനും കഴിയില്ല. കാരണം ഡൗൺ ചെയ്യേണ്ട സമയത്ത് ഡൗൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫോർത്ത് ഗിയറിൽ നമുക്ക് ലോങ് ആയിട്ട് സ്പീഡിലായിട്ട് പോകാൻ കഴിയുമെങ്കിൽ അതാത് ഗിയറിൽ നമുക്ക് പോകാനും പറ്റുമല്ലോ. ഇപ്പോൾ വഴി മുട്ടലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുള്ളിയും കുറവോ. ഇപ്പോൾ AC-ൽ 5 പേരും 5 പേരെന്ന് പറഞ്ഞാൽ 4 വലിയവരും 2 കുട്ടികളും, അപ്പോൾ അതായത് 6 പേരുണ്ട്. പിന്നെ പോരാത്തത് നമ്മളെ ബാക്കിലുള്ള സിലിണ്ടർ ഏകദേശം 65 കിലോ വെയിറ്റ് ഉണ്ടാവും. അതടക്കമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ മുകളിലെത്തിയിട്ട് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കണ്ടല്ലോ, ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒന്നുകൂടി ഹൈറ്റുള്ള ഭാഗത്തെത്തുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മളിതാ 2ാം വളവിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 2ാം വളവിലെ ഹെയർപിൻ ബെൻഡുകളാണ് നമ്മൾ ഹെയർപിൻ ബെൻഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വയനാട് ചുരത്തിലേക്ക് യാത്ര ചെയ്യാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. വയനാട്ടിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, വയനാട് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കണ്ടു തീർക്കാൻ മാത്രമുള്ള സ്ഥലങ്ങളല്ല ഉള്ളത്, നിരവധി സ്ഥലങ്ങളുണ്ട്.
നിരവധി ട്രക്കിംഗ് പോയിന്റുകളുണ്ട്. അതെല്ലാം നമ്മൾ യാത്രാ വീഡിയോകളിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ആസിഫ് മോബി ഒരു ചാനലാണല്ലോ ഇത്. കൂടാതെ ഞാൻ മറ്റൊരു പുതിയ ചാനലിൽ കൂടി നമ്മൾ ട്രാവൽ വീഡിയോയും അതുപോലെ തന്നെ മറ്റിതുപോലത്തെ കാര്യങ്ങൾ, സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഇതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആക്കി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് ആസിഫ് മോബി എന്നുള്ള ഈ ചാനലുണ്ടാവും. കൂടാതെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്രാവൽ വിത്ത് ആസിഫ് മോബി എന്നുള്ളൊരു ചാനൽ കൂടി പുതുതായിട്ട് ആരംഭിക്കുന്നതിന് അതിൽ ട്രാവൽ മാത്രമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും എന്നോട് പറയുന്നത്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീഡിയോ കാണുമ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ, പോകാനുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ വീഡിയോ നോക്കണം. അപ്പോൾ പല വീഡിയോകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ട്രാവൽ വിത്ത് ആസിഫ് മോബി എന്നുള്ള മറ്റൊരു ചാനൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിസോർട്ടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് റിസോർട്ടുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചാനൽ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ചാനലൊക്കെ കേരള റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ടെൻറ്റ് സ്റ്റേകളൊക്കെ വേണ്ടി വരുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ എത്ര പേരുണ്ട്, എത്ര പേര് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എത്ര ദിവസമാണെന്നുള്ള ആ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ എത്ര പേരുണ്ടെന്നുള്ളതും ദിവസവും നമുക്ക് പ്രധാനമാണ്. ഓരോ ദിവസത്തിനും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓഫ് ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ എമൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതും പിന്നെ ആളുകളുടെ എണ്ണം അതൊക്കെ വെച്ചിട്ടാണ് ഫുഡിൻ്റെ കാര്യമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യേണ്ട എത്ര പേര് ആണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ വ്യക്തമാക്കി തന്നെ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ട്രാവൽ വീഡിയോൻ്റെ ആണ്. ട്രാവൽ വീഡിയോ അതുപോലെ തന്നെ എങ്ങനെ ഒരു സ്ഥലം കാണിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ അവിടേക്ക് യാത്ര ചെയ്യാം, ഏത് മാർഗം വഴി പോകാൻ പറ്റും, എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെടാം, പിന്നെ ട്രെയിൻ മാർഗ്ഗമാണോ ബസ് മാർഗ്ഗം. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ളതല്ല, ഇപ്പോൾ ഒരുവിധം കേരളത്തിൻ്റെ പുറത്തും എല്ലായിടത്തും തന്നെ യാത്ര ചെയ്തിട്ട് അതുപോലെ ചെയ്യണം. ഇപ്പം നിലവിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ആൾക്കാർ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, യാത്ര പ്രേമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം. എനിക്ക് ട്രാവൽ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. പക്ഷേ നമ്മൾ ട്രാവൽ വീഡിയോ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമുക്കും കൂടുതൽ അറിവ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിയാനും പറ്റുകയുള്ളൂ. പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് പല കാര്യങ്ങൾ. ഈ സിയാൻജിൻ്റെ തന്നെ പലർക്കും ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തവരുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യാൻ വിചാരിച്ച ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുകയും ചെയ്യാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാണ്. അപ്പോൾ ഒരുപാട് ആൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അത്ര ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കാരണം. ഇപ്പോൾ നിലവിൽ ഇത്രയും ഏരിയയിലൊന്നും നമുക്കൊരു മാറ്റം വന്നില്ല കേട്ടോ. ഇനി അഥവാ പെട്രോളിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്. കാരണം അത്രയും ലോങ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്രശ്നമില്ല, ഇതുവരെ കയറ്റങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ AC ഇട്ടിട്ട് തന്നെയാണ്, അതുപോലെ ഇത്ര പേരുണ്ട്, ഈ CNG തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ 9ാം വളവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിലവിൽ ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ലാതെ കയറിക്കൊണ്ടിരിക്കുന്നത്. പല സമയത്തും ഇതുപോലെ ബ്ലോക്ക് ഉണ്ടായിരുന്നപ്പോഴൊക്കെ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴൊക്കെ സാധാരണ ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ട് ഇങ്ങനെ തന്നെ പോകുന്നത്. ഒരുപാട് സമയം വീഡിയോ എടുത്തിട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത്. ഇതുകൊണ്ടില്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ CNG നമുക്ക് മാറ്റേണ്ടി വന്നില്ല, പെട്രോളിലേക്ക് മാറ്റേണ്ടി വന്നില്ല. CNG തന്നെ നമ്മൾ ഇത്രയും ഓടി വന്ന് 9ാം വളവ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നല്ല കോടയാണല്ലോ ഈ സമയത്തും. വയനാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നല്ല തണുപ്പായിരിക്കും. നാളെ എവിടെ, മോൾ ഭാഗത്തല്ലേ? അതാ കാണിച്ചത്. വയനാട് 9ാം വളവിൽ മുന്നേ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻഭാഗത്ത് പാറൻ്റെ മുകളിലുള്ള മണ്ണും പാറയുംപാടൊക്കെ ഇടിഞ്ഞു പോകുന്നതാണ്. അവിടെ ലോറിൻ്റെ ബാക്കിലാണ്. നന്നായിട്ട് റോഡ് ഇവിടെ നന്നായിട്ട് ബ്ലോക്കായി പോയിനല്ലോ. അത് അവിടെ ആടല്ലേ അങ്ങോട്ടേക്ക്, ആ ലോറിൻ്റെ ബാക്ക് കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടൊക്കെ പാറ നന്നായിട്ട് ഇടിച്ചങ്ങ് പോന്നാ. ആരും യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രാ വാഹനങ്ങളൊന്നും ഇല്ലാത്തത് അന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മൊത്തം പൊട്ടി പൊളിഞ്ഞ് പോന്ന നല്ല ബ്ലോക്കാണല്ലോ. നമ്മളിങ്ങനെ ബ്ലോക്ക് ആകുമ്പോഴൊക്കെ നമ്മൾ ഗിയറിന്ന് മുട്ടിയിട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലി വണ്ടി ഓടുമ്പോൾ തന്നെ ഓടുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊന്നും ടെൻഷനില്ല. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച മൈലേജ് കിട്ടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഗിയറിലായാലും നമ്മൾ മെല്ലെ അങ്ങനെ പതുക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയൊരു സമയമല്ല. KSRTC വരുന്നുണ്ട്. മുൻപിലാണെങ്കിൽ ഒരുപാട് വാഹനങ്ങളുണ്ടാണ്. നിലവിൽ 38,559 കിലോമീറ്റർ, 360 കിലോമീറ്റർ ആയില്ല. എന്തായാലും ഞാൻ വിചാരിച്ച മാതിരിയുള്ള കിലോമീറ്റർ കിട്ടിയാലേ ഇപ്പോൾ നമുക്ക് ഇതിനോടുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളൂ. പിന്നെ ഈ പെട്രോളിൻ്റെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള പെട്രോളിൻ്റെ കിലോമീറ്ററിൻ്റെ കണക്കുണ്ടല്ലോ, അതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പെട്രോള് ഇപ്പോൾ വണ്ടി ഇങ്ങനെ കുത്തനെ പോയിട്ടിരിക്കുമ്പോൾ പെട്രോളിൻ്റെ ഫ്യൂവലിൻ്റെ അവർക്ക് പിന്നെ അളവ് കറക്റ്റ് കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ വണ്ടിക്ക് സെൻസ് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമായിരിക്കും. നമുക്ക് വന്ന ചിലവ് 62,000 രൂപയാണ് കേട്ടോ. മിജോ എന്ന് പറഞ്ഞ കിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മിജോ കൂടാതെ മറ്റ് കിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവോട്ടോ അങ്ങനെ ഒരു കമ്പനീൻ്റെ പറഞ്ഞിരുന്നവർ, അതിന് കുറച്ചുകൂടി പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം കോഴിക്കോട് അവർ ചെയ്യുന്നത് മിജോ മാത്രമാണ്. അപ്പോൾ അവർ പറയുന്നത് ലവോട്ടോനേക്കാളും നല്ല മിജോ ആണ്. മറ്റവർ പറയുന്നത് മിജോനേക്കാളും ഒന്നുകൂടി നല്ല ലവോട്ടോ ആണ്. ലവോട്ടോ കുറച്ച് കൂടുതലുണ്ട്, എന്നാൽ മിജോക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും മിജോ തന്നെ ചെയ്യുന്നത്. പിന്നെ മിജോ കൂടാതെ വേറൊരു ബ്രാൻഡ് ഞാൻ വിളിച്ചേക്കിപ്പോൾ 1,00,000 രൂപയൊക്കെ പറഞ്ഞിട്ട് അവർ. അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും നല്ലതല്ല, അത് അവരത് മാത്രം നല്ലതെന്ന്. ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ. നിലവിൽ നമ്മൾ ലക്കിടിയിൽ എത്തിക്കഴിഞ്ഞ് ഈ ഒരു ന്യൂട്രീഷൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ വിശപ്പുണ്ടാവില്ല. ഇതുപോലെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ വണ്ടിയിലൊക്കെ വെച്ചാൽ നമുക്ക് മറ്റു ഫുഡുകളൊന്നും കഴിക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളി. ഒരു കിലോന് 390 രൂപയാണ് വില വരുന്നത്. ലക്കിടിയിൽ നിന്ന് ഞങ്ങൾ നേരെ പനമരത്തേക്ക് യാത്ര ചെയ്തു. പനമരത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ നേരത്തെ രാത്രിയിലാണ് ബീപ്പ് സൗണ്ട് വന്നത്. 38,665 കിലോമീറ്ററിൽ ബീപ്പ് സൗണ്ട് വന്ന് പെട്രോളിലേക്ക് കൺവേർട്ടായി. അതായത് നമ്മൾ 38,519 കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മൾ CNG ഫില്ല് ചെയ്യുന്നത്. 9 കിലോ CNG ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് ഈ ടോട്ടൽ കാൽക്കുലേഷൻ വരുമ്പോൾ 146 കിലോമീറ്റർ കിട്ടി 9 കിലോ CNG. അതായത് 811 രൂപയ്ക്ക് നമുക്ക് 146, 160 ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മൾ വയനാട് ചുരത്തേക്ക് പോയി, ചുരത്തിലും ബ്ലോക്കായിരുന്നു. അതേമാതിരി തിരിച്ച് വരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറേ നേരം CNGയിൽ നമ്മൾ AC ഒക്കെ ഇട്ട് നിൽക്കേണ്ടി വന്നിരുന്നുണ്ട്. അങ്ങനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് ലാഭം തന്നെയാണ്. ഏകദേശം 811 രൂപയ്ക്ക് എനിക്ക് 146 കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിച്ചു. അത് ഞാൻ പെട്രോളിലാണ് ഓടുന്നതെങ്കിൽ എനിക്ക് അതിൻ്റെ ഇരട്ടി, അതായത് 811 1600, 1700 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷനുകളൊക്കെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.